മലയാള സിനിമയിൽ നായകനായും പ്രതിനായകനായും സുന്ദരനായ വില്ലനായും തിളങ്ങിയ നടൻ ദേവനെ ബി.ജെ.പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാക്കി നിയമിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് പിന്നാലെ ദേവൻ കൂടി വന്നതോടെ ബി.ജെ.പിക്ക് തൃശ്ശൂർ മാത്രമല്ല കേരളം കൂടി പിടിക്കുക എളുപ്പമായിരിക്കും. തെന്നിന്ത്യൻ സിനിമയിൽ നിന്ന് എം.ജി.ആറും ജയലളിതയും എൻ.ടി.ആറും മുഖ്യമന്ത്രിമാരായതോടെ കേരള മുഖ്യമന്ത്രിയാവുക എന്നതായിരുന്നു ദേവന്റെ ജീവിത അഭിലാഷം. ഇതിനായി 2004 രൂപീകരിച്ച കേരള പീപ്പിൾസ് പാർട്ടി വളർന്നില്ലെന്ന് മാത്രമല്ല മുരടിച്ചു പോവുകയും ചെയ്തു. പക്ഷേ മുരടിച്ചു പോയെന്ന് ദേവൻ സമ്മതിക്കില്ലെന്ന് മാത്രം. ഈ മുളയുണ്ടല്ലോ, നമ്മുടെ ഈ മുളയുടെ ചെടി നമ്മൾ ആദ്യം നട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് അതങ്ങനെ ഉണങ്ങി നശിപ്പോവും. പക്ഷെ അത് ഉണങ്ങിയതല്ലത്. അതിൻ്റെ വേരുകൾ അതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ ഉണ്ടാവുകയും നിലത്ത് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമമാണത്. 3 വർഷം കഴിഞ്ഞാലാണ് ഒരു ചെടി, പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വരും. അതേപോലെ തന്നെയാണ് എൻ്റെ പാർട്ടി, കേരള പീപ്പിൾസ് പാർട്ടി. കേരള പീപ്പിൾസ് പാർട്ടിയുടെ പേരിൽ 2 തവണ തെരഞ്ഞെടുപ്പിൽ പയറ്റി നോക്കി. വോട്ട് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ദേവന്റെ പാർട്ടിയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ട് എന്ന് അതിനാൽ പറയാൻ സാധ്യമല്ല. 949 വോട്ട് എനിക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് ഇതിൽ അതിനകത്ത് ഒരു ജാതീയമായോ ഒരു രാഷ്ട്രീയമായോ ഏതെങ്കിലും സമുദായങ്ങളുടെ ഒന്നും സപ്പോർട്ടില്ലാതെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ രണ്ടാമത്തെയാണ് 2006 ജനറൽ ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, നമ്മൾ ട്രിവാൻഡ്രം വെസ്റ്റിൽ നിന്ന് അന്ന് 2700 വോട്ട് കിട്ടി. അപ്പോൾ സീ ദ ഡിഫറൻസ്. 1.5 വർഷത്തെ മാറ്റമാണ്. അതായത് 300 ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 300% ഇൻക്രീസ് ഉണ്ടായി. അവിടെയാണ് ഞാൻ പറഞ്ഞത് ദർ ഇസ് എ സ്പേസ്. എന്നാൽ ഈ സ്പേസ് എല്ലാം കൂടി ബി.ജെ.പിക്ക് നൽകി ബി.ജെ.പിയിൽ ലയിക്കാനായിരുന്നു പിന്നീട് തീരുമാനം. കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപനത്തിലായിരുന്നു ലയനം. അതും അമിത്ഷാ കൊടുത്ത പാർട്ടി പതാക ഏറ്റുവാങ്ങിക്കൊണ്ട്. ബി.ജെ.പിനെ സപ്പോർട്ട് ചെയ്യുക, മോഡിജിയെ സപ്പോർട്ട് ചെയ്യുക. ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് താങ്കളുടെ പുതിയ രാഷ്ട്രീയ അവതാര ദൗത്യം? ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആരാണ് താങ്കളുടെ നേതാവ്? എന്താണ് പരിപാടി? മോഡിജി, വേറെ ആരുമില്ലല്ലോ. ബി.ജെ.പിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉള്ള ലീഡേഴ്സൊക്കെ വരെ കറകളഞ്ഞ് ലീഡേഴ്സാണ്. അങ്ങനെ വേറൊരു പാർട്ടിയിലില്ല. അതായത് മോഡിജിയുടെ അത്രയും പ്രഭാവമുള്ള കഴിവുള്ള ഈ കറപ്ഷനെതിരായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമുക്ക് സമ്പന്നമാണ് ബി.ജെ.പി. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്ടി അല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ശരിക്കും ആരാണ് താങ്കളെ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചത്? ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തത് കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനാണ് എന്നെ ഒരാഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ ബി.ജെ.പിയിൽ സജീവമാവണം എന്ന് പറഞ്ഞു. ബി.ജെ.പിയിൽ ലയിക്കാൻ താങ്കളുടെ ഡിമാൻഡ് എന്തായിരുന്നു? ഞാൻ ബി.ജെ.പിയിൽ സജീവമാവണമെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ഓപ്പറേഷൻ വേണമെങ്കിൽ കത്തി വേണം കയ്യിൽ, അല്ലെങ്കിൽ ഒരു ആശാരിക്ക് ഗുളി വേണം. അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരന് ഒരു പോസ്റ്റ് വേണം, ഒരു ആയുധം വേണം. അതില്ലാതെ വന്നിട്ട് പ്രയോജനമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു അധികാരം വേണം. അതൊരു ഓർണമെൻ്റ് അല്ല, ഇറ്റ്സ് എൻ വെപ്പൺ. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വരാൻ കാരണം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശ്യമുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഞാൻ മത്സരിക്കില്ല. എനിക്കത് താല്പര്യമില്ല. ഉപാധ്യക്ഷനായിട്ടുള്ള പോസ്റ്റ് ഞാൻ ഏറ്റെടുത്തത് ഇത് കഴിഞ്ഞ ഒരു സീറ്റ് കിട്ടും എന്നുള്ളതല്ല. അന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നത് ഒരു സീറ്റ് കിട്ടി, ഒരു MLA ആയി, MP ആയി, ഒരു മന്ത്രിയായി. അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. കേരളത്തിൽ ബി.ജെ.പിയുടെ ഭാവി എന്താണ്? നല്ല ഭാവിയുണ്ട്. എൻ്റെ ഒരു സർവേയിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ബി.ജെ.പിക്ക് ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. പക്ഷേ ആ ഗ്രൗണ്ട് സപ്പോർട്ടിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പോരാ എന്നുള്ളതാണ്. അത് മൊത്തത്തിലൊരു പ്രശ്നമാണ്. ഈ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളൊരു ടീം ജയിക്കില്ലല്ലോ, മനസ്സിലായില്ലേ? നമ്മുടെ പ്ലേയേഴ്സും കൂടി ഒപ്പം നിന്ന് കളിച്ചാലേ ആ ടീം ജയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല പ്രപ്പോസൽസ് ഉണ്ട്. കേൾക്കട്ടെ, എന്തൊക്കെയാണ് ആ പ്രപ്പോസൽസ്?
ഇവിടെ മൈനോറിറ്റീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നമുക്കിവിടെ ജയിക്കാൻ പറ്റില്ല. മുസ്ലിംസ് ആയാലും ശരി, ക്രൈസ്തവരായാലും ശരി, അവരുടെ ഉള്ളിലെ കാലാകാലങ്ങളിൽ പണ്ട് മുതലേ മാനസികമായ ഒരു അടിമത്തം ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ ഒരു മാനസികമായ ഒരു അടിമത്തമുണ്ട്. ഈ BJP യും RSS ഒക്കെ ഭീകരന്മാരാണെന്നുള്ളത്. അതല്ല എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അങ്ങനെ അതപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് വീടാന്തരം നമ്മൾ കയറി ഇറങ്ങിയിട്ട് ഈ സംശയങ്ങളുള്ള വീടുകളിൽ പോയിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സ്നേഹത്തിൻ്റെ ഭാഷയിൽ തലച്ചോറിലേക്ക് പോവാതെ നമ്മളെ കണ്ണുകൾ നേരെ അവരുടെ ഹൃദയത്തിലേക്ക് ചെന്നാൽ നമുക്കവിടെ സ്നേഹം കാണാം. അവർക്കൊക്കെ വലിയ സ്നേഹമുള്ളവരാണ്. ഇതുപോലെ മാലയിട്ട് സിനിമയിൽ നിന്ന് സ്വീകരിച്ചവരിൽ ചിലർ ഒരു സുപ്രഭാതത്തിൽ മറുകണ്ഠം ചാടി. അതുപോലെ വലതും. ഭീമൻ രഘു എൻ്റെ സുഹൃത്താണ്, രാജസേനൻ എൻ്റെ സുഹൃത്താണ്. പക്ഷേ അവരൊന്നും രാഷ്ട്രീയക്കാരല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഇതുണ്ട്, അവരുടെ ഒരു ഇതുണ്ട്. അത് നമ്മൾ അവരുടെ ആശയത്തെ നമ്മൾ കാണുന്ന ഒരു പളങ്കുപാത്രം കാണുന്നതുകൊണ്ടാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി തന്നെയാണ്. ഞാനൊരു പെരപ്പങ്കോട്ടുകാരനാണ്. അവിടെ അറിയാലോ, കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് അവിടെ. ഏതോ ഒരു ഗ്ലാമറിൻ്റെ പേരിൽ BJP കണ്ടപ്പോൾ BJP വിളിച്ചപ്പോൾ ഓടിപ്പോയി ചേർന്നു എന്നല്ലാതെ അവർക്കൊരു ഒരു പൊളിറ്റിക്കൽ ഒരു ചിന്തയോ ഈ നാടിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമോ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട് വന്നപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് സ്ഥാനം കിട്ടിയില്ല. ഞാനൊരു 3 വർഷമായിട്ട് എനിക്ക് സ്ഥാനം കിട്ടാതിരുന്ന മനസ്സിലായില്ലേ. എനിക്ക് വേണമെങ്കിൽ പോകാലോ. എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അവർ സ്വന്തം താല്പര്യത്തിന് തന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കൊതിക്കറിവ് കൊണ്ട് വിട്ടു പോകുന്ന ഒരാളുമല്ല.